بسم الله الرحمن الرحيم. ويل لكل أفاك أثيم يسمع آيات الله تتلى عليه ثم يصر مستكبرا كأن لم يسمعها فبشره بعذاب أليم. وإذا علم من آياتنا شيئا اتخذها هزوا أولئك لهم عذاب مهين من ورائهم جهنم ولا يغني عنهم ما كسبوا شيئا ولا ما اتخذوا من دون الله أولياء ولهم عذاب عظيم. هذا هدى والذين كفروا بآيات ربهم لهم عذاب من رجز أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1738 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തു ജാസിയയിലെ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل أفاك أثيم يسمع آيات الله تتلى عليه ثم يصر مستكبرا كأن لم يسمعها فبشره بعذاب أليم. وإذا علم من آياتنا شيئا اتخذها هزوا أولئك لهم عذاب مهين من ورائهم جهنم ولا يغني عنهم ما كسبوا شيئا ولا ما اتخذوا من دون الله أولياء ولهم عذاب عظيم. هذا هدى والذين كفروا بآيات ربهم لهم عذاب من رجز أليم. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സൂറത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ പേര്, അവതരണ പശ്ചാത്തലം, അതിൻ്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചതിനെ തുടർന്ന് ആദ്യത്തെ 6 ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കുകയുണ്ടായി. ഈ 6 ആയത്തുകളിലായിട്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും പാരത്രിക ജീവിതത്തെയും ബോധ്യപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു പ്രതിപാദിക്കുകയുണ്ടായത്. പ്രപഞ്ച സ്രഷ്ടാവായ ഏകനായ റബ്ബിനെ കണ്ടെത്താൻ ഓരോരുത്തർക്കും ബുദ്ധിപരമായി സഹായിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഈ ആയത്തുകളിൽ, പിന്നിട്ട ആയത്തുകളിൽ മുഖ്യമായിട്ടും പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. എന്നിട്ട് ആ ആയത്തുകളുടെ അവസാനത്തിൽ അല്ലാഹു പറയുകയുണ്ടായത്, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ്. ഈ ആയാത്തുകൾ, ഈ സംഗതികൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരികയാണ്. അത് യഥാവിധമാണ് പകർന്നു നൽകപ്പെട്ടിരിക്കുന്നത്. ഹഖ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് പകർന്നു നൽകിയിരിക്കുന്നത്. ഈ കാര്യമാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി വ ആയാതിഹി യുമിനൂൻ. അള്ളാഹുവിനും അവന്റെ
ദൃഷ്ടാന്തങ്ങൾക്കും പുറമെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവനെ ബോധ്യപ്പെടാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കപ്പെട്ടതിന് ശേഷം ഇനിയും എന്ത് ഭാഷണമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ, നിങ്ങൾക്ക് അമ്ന നൽകാൻ, നിങ്ങൾക്ക് സമാധാനമടയാൻ സാധിക്കുന്ന വിധത്തിൽ ഇതിനേക്കാൾ ഉത്തമമായ എന്ത് ഭാഷണമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നതാണ് അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം. സ്വാഭാവികമായിട്ടും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിൻബലത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുക എന്നത് മനുഷ്യന്റെ സത്യസന്ധമായ അന്വേഷണത്തിൽ താനെ സംഭവിക്കുന്ന, അവന് വക്രതയോ ചിന്താപരമായ കാലുഷ്യമോ സൃഷ്ടിക്കാതെ കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായി എളുപ്പത്തില് ബോധ്യം വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു ബോധ്യം ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാള് പലതും അടിസ്ഥാനരഹിതമായ ബാത്തിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചമച്ചുണ്ടാക്കുന്നുണ്ട്, വ്യാജമായ പലതിനെയും ആശ്രയിക്കുന്നുണ്ട് എന്നാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തെളിമയോടുകൂടി ദൈവിക അടയാളങ്ങളെ മനസ്സിലാക്കാൻ ഒരു എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കാര്യത്തിൽ അയാൾക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുക എന്നത് യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു സംഗതിയാണ്. ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് അയാളുടെ ബോധം ഉണർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായി കഴിഞ്ഞിട്ടും ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അയാളൊരു അഫാഖുൻ അസീമാണ് എന്നതാണ് തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു നൽകുന്ന സൂചന. അഫാഖ് എന്ന് പറഞ്ഞ ഫോർജ് ചെയ്യുന്ന ആള്, അതും ഒരു പ്രൊഫഷണൽ ലെവലില് കാര്യങ്ങളെ കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. വ്യാജം ചമച്ചുണ്ടാക്കുന്നവൻ. അത് ചെറിയ രീതിയിലൊന്നുമല്ല. അതൊരു അഫാഖ് എന്നുള്ളത് ഈ ഖല്ലാഖ്, ഫആൽ എന്നൊക്കെയുള്ള പോലെയുള്ള ഒരു വസനാണ്. അറബിയിലെ ഓരോ പദഘടന അല്ലെങ്കിൽ പദരൂപങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥ സൂചനയുണ്ട്. നമ്മൾ സവ്വാഖ് എന്ന് പറയല് ഒരു ജോലി, വണ്ടി ഓടിക്കുന്ന ജോലി നിർവഹിക്കുന്ന ഒരാൾക്കാണ്. അത് സ്വന്തം വണ്ടി ഓടിച്ച് എവിടേക്കെങ്കിലും പോകുന്ന ആളെ പറ്റി അങ്ങനെ പറയാറില്ല. അതേസമയത്ത് ഒരാൾ സ്വന്തം ജോലിയായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് വണ്ടി ഓടിക്കലാണെങ്കിൽ അയാളാണ് സവ്വാഖ് എന്ന് പറയുക, അല്ലെങ്കിൽ സായിഖ് എന്നേ പറയുള്ളൂ. ഇവിടെ അഫാഖ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇത് സവ്വാഖ് പോലെയുള്ള ഒരു പദമാണ്. ഖല്ലാഖ് പോലെ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് ഖുർആനിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഖല്ലാഖാണ്. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടത്തുക എന്ന ഒരു 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 ദൗത്യം തന്നെ നിർവഹിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഔന്നത്യം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്റ്റേറ്റസ് തന്നെ ആ ഖല്ലാഖ് എന്നതാണ്. സൃഷ്ടാവാണ് അവൻ എന്നതാണ്. അള്ളാഹു മറ്റു പലതിന്റെയും കൂടെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിലക്ക് പറയുന്നതല്ല. അവൻ തന്നെയാണ് സൃഷ്ടാവ്. ഈ സൃഷ്ടികർമ്മം നടത്തുക എന്നതിന്റെ അവസാന വാക്കായി അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രാവീണ്യമുള്ളവൻ എന്ന നിലക്കാണ് അതിന്റെ അർത്ഥസൂചന. അതേപോലെ അഫാഖ് എന്ന് പറഞ്ഞാല് കരുതിക്കൂട്ടി വളരെ പ്രൊഫഷണലായ രീതിയിൽ തന്നെ വ്യാജം ചമച്ചുണ്ടാക്കുന്ന ഒരാളാണ്. അസീം എന്ന് പറഞ്ഞാൽ കുറ്റകരമായ വിധത്തിൽ അല്ലെങ്കിൽ ദുർവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ദുഷ്ടലക്ഷ്യങ്ങളോടുകൂടി ഇസ്മ് അടങ്ങിയ വിധത്തിൽ. ഇസ്മ എന്ന് പറഞ്ഞാൽ കുറ്റകരമായത് എന്നാണ് അർത്ഥം, പാപം എന്നാണ് അർത്ഥം. അപ്പം പാപപങ്കിലമായ വിധത്തില് വ്യാജം ചമക്കുന്ന ഒരുത്തൻ എന്നാണ് അഫാഖുൻ അസീം എന്ന രണ്ട് പദങ്ങൾ ഒരുമിച്ച് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ വായിച്ചു വെച്ച ഭാഗം തുടങ്ങുന്നത് അങ്ങനെ ഒരു ആയത്തോടു കൂടിയാണ്. 7-ാമത്തെ ആയത്ത് നോക്ക്. വൈലുല്ലി കുല്ലി
അഫാക്കി നസീം. അപ്പോ ആദ്യത്തെ 6 ആയത്തുകളിൽ വിശ്വാസപരമായ ധാർഢ്യത കൈവരിക്കാൻ ആവശ്യമായ യുക്തിപരമായ തെളിവുകളാണ് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തിനേക്കാൾ ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. അതാണ് സൂചിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ആയാത്തുകളെ മനനം ചെയ്ത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന് നിർവഹിക്കാൻ അവന്റെ മെന്റൽ ഫാക്കൽറ്റീസ് കൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദൗത്യവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും അവന്റെ ആയാത്തുകൾക്കും പുറമെയായി എന്ത് ഭാഷണമാണ് ഇനി നിങ്ങൾക്ക് വിശ്വാസത്തിന് അടിത്തറയായിട്ട് വേണ്ടത് എന്നൊരു ചോദ്യം അള്ളാഹുവോട് ഉന്നയിച്ചത് നമ്മൾ കാണുകയുണ്ടായിരുന്നു. അപ്പോ തികഞ്ഞ കുറ്റകൃത്യം ചെയ്യുന്ന പോലെ പാപപങ്കിലമായ വിധത്തിലുള്ള ഒരു പാപി എന്ന നിലക്കുള്ള വ്യാജം ചമക്കുന്നവനല്ലാത്ത ഒരാളും തന്നെ വിശ്വാസം ഉൾക്കൊള്ളാൻ മടി കാണിക്കുകയില്ല, സന്നദ്ധത ഇല്ലാത്തവനായി മാറുകയില്ല. അപ്പൊ അങ്ങനെ കുറ്റകരമായ വിധത്തില്, പാപപങ്കിലമായ വിധത്തില് വ്യാജം ചമച്ച് കൊണ്ട് നടക്കുന്ന ഒരുവൻ, അങ്ങനെയുള്ള ഏതൊരുവനും അവനുള്ളത് വൈലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മഹാനാശമാണ്. അപ്പോ കൊടും വ്യാജം ചമയ്ക്കുന്ന ദുർവൃത്തർക്ക് ഓരോരുത്തർക്കുമായിട്ടുള്ളത് മഹാനാശമാണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ബുദ്ധിപരമായ സത്യസന്ധതയില്ലായ്കയുടെ സകല ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരാളാണ് അഫാഖു നസീം. അയാള് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള സാധ്യതയും കഴിവും ഒക്കെ അയാൾക്കുണ്ട്. പക്ഷേ ബോധ്യപ്പെട്ട സംഗതി പ്രഖ്യാപിക്കുവാനോ അത് പരസ്യമായി അതിന്റെ ചാമ്പ്യൻ ആകുവാനോ ഒന്നും അയാള് സന്നദ്ധമാകുന്നില്ല. അയാൾ വേറെ ചിലതൊക്കെ പടച്ചുണ്ടാക്കിയിട്ട് ജനങ്ങളെ അതിൽ കുടുക്കിയിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളാണ് അഫാഖു നസീം. കുറ്റകരമായ വിധത്തില് അല്ലെങ്കിൽ ദുർവൃത്തികൾ കൊണ്ട് പാപപങ്കിലമായ ഒരവസ്ഥയിൽ വ്യാജമായ, മിഥ്യയായ, അവാസ്തവമായ കാര്യങ്ങൾ ചമച്ചുണ്ടാക്കി അതില് ഒരു ഡീല് നടത്തുന്ന, ഒരു ട്രേഡ് നടത്തുന്ന ഒരുവൻ. അങ്ങനെയാണല്ലോ, ഒന്നുകിൽ സത്യത്തിന് മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഒരാളുടെ സകല കാര്യങ്ങളും, അയാളുടെ വ്യവഹാരങ്ങളും നിലപാടും അയാളുടെ കച്ചവട ഇടപാടുകളും സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഇസ്മിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇഫ്കായിരിക്കും അയാളുടെ സകല സംഗതികളുടെയും അടിത്തറയായിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഓരോരുത്തരും അനുഭവിക്കാനിരിക്കുന്ന വൈലാണ്, മഹാനാശമാണ് എന്നാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. വൈലുൻ ലികുല്ലി അഫാക്കി നസീം. ബുദ്ധിപരമായ സത്യസന്ധത ഇല്ലായ്കയുടെ കാരണത്താൽ സ്വയം വഴികേടിലാകുന്നു എന്നതിന് പുറമെ മറ്റുള്ളവരെ വഴികേടിലാക്കുന്ന വിധത്തിലുള്ള വ്യാജവുമായി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന സകല കുറ്റവാളികളും അവർക്കൊക്കെയും തന്നെയുള്ളത് വൈലാണ്, മഹാനാശമാണ് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. വെറുതെ തമാശക്ക്, കാഴ്ച ഭംഗിക്ക് വേണ്ടി തന്നതല്ല അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിപരമായ സ്മാർട്ട്നെസ് എന്നത്. ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള യുക്തിപരവും ബുദ്ധിപരവുമായ സ്മാർട്ട്നെസ് എന്നത്, ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽസ് എന്നത് വെറുതെ ഒരു തമാശക്ക് തന്നതോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി തന്നതോ ഒന്നുമല്ല. അതൊക്കെ അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. അതിന്റെ കൊറോളറി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ്. യഥാർത്ഥത്തിൽ നല്ല ബുദ്ധി, നല്ല കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുടെ സ്മാർട്ട്നെസ് നൽകിയിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയില്ല. അവന്റെ ആയാത്തുകളെ വേണ്ട വിധത്തിൽ വായിച്ചറിഞ്ഞ് ജീവിത സരണി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അത് നൽകിയിട്ടുള്ളത്. എന്നാൽ അത് ആ നിലക്ക് പ്രയോജനപ്പെടുത്താതെ ഇഫ്കിന്റെ പുറകെ പോവുക,
വ്യാജം ചമച്ചുണ്ടാക്കുകയും അതിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലറായി മാറുകയും ചെയ്യുന്ന ഒരു പാപിയായ മനുഷ്യൻ. അങ്ങനെയുള്ള ഓരോ പാപിയായ വ്യാജം കൈകാര്യം ചെയ്യുന്നവനും ഉള്ളത് വയിലാണ്, മഹാനാശമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വളരെ വ്യക്തതയോടുകൂടി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ മനുഷ്യൻ രണ്ട് സാധ്യതയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സ്വബോധവും ശരിയായ ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണ്. ഒന്ന്, അയാളുടെ ബുദ്ധിപരമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആയാത്തുകളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി അയാള് സത്യത്തെ പിന്തുടരുന്ന ആളായി മാറും. ഇതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, അയാള് പല വ്യാജവും ചമച്ചുണ്ടാക്കി സ്വയം വഴികേടിലാകും, മറ്റുള്ളവരെയും വഴികേടിലാക്കും. അങ്ങനെ ഒരു അസീമായിട്ട് മാറും, ഒരു പാപിയായിട്ട്, പാപപങ്കിലമായ നിലപാടുകളുടെയും ഇടപാടുകളുടെയും ജീവിതത്തിന്റെയും ആളായി അയാൾ വ്യാജങ്ങളെ അടിത്തറയാക്കിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളായി മാറും. അപ്പൊ അങ്ങനെയുള്ള സ്വയം തെരഞ്ഞെടുത്ത വ്യാജത്തിന്റെ വഴി പിന്തുടരുന്ന ആളുകൾ, അവര് തീർച്ചയായിട്ടും മഹാനാശമാണ് കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്ക് വയിലാണുള്ളത്. വയില് എന്നത് നരകത്തിന്റെ ഒരു ഭാഗമായിട്ട്, ഒരു നരകത്തിലെ ഒരു ഇടമായിട്ട് പരാമർശിക്കപ്പെടുന്നത് കാണാം. ഭാഷാപരമായിട്ട് അത് നാശം എന്നൊക്കെയാണ് അതിന്റെ സൂചന. നരകത്തിലെ ഒരു ഭാഗം എന്ന അർത്ഥത്തിലും അത് വിവക്ഷിക്കപ്പെടാറുണ്ട്. യസ്മഉ ആയാത്തില്ലാഹി തുത്ല അലൈഹി. ഈ അഫാഖുൻ അസീമായ ആളുകളുടെ പൊതുവെയുള്ള ഒരു രീതി എന്താണ് എന്നതാണ് തുടർന്ന് വിവരിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? യസ്മഉ ആയാത്തില്ലാഹി തുത്ല അലൈഹി. അവന് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെ അവൻ കേൾക്കുന്നു. കേൾപ്പിക്കപ്പെടുകയാണല്ലോ. പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിക്കുമ്പോ അവര് കേൾക്കുന്നു. അതിനുശേഷം യസ്മഉ എന്നാണ് ഇവിടെ ഉപയോഗിച്ച പ്രയോഗം, യസ്തമിഉ എന്നല്ല. അത് തമ്മിൽ പറയത്തക്ക വ്യത്യാസമുണ്ട്. യസ്മഉ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒന്ന് കേട്ടുപോവുക എന്നുള്ളതാണ്. ഒരാൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ നമ്മള് കാതുകൂർപ്പിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനല്ല അത് പറയും. അയാൾ കേട്ടുപോകുന്നതാണ്. ഇന്റൻഷണലായ ഒരു ആക്ഷൻ അല്ല. ഉദ്ദേശ്യപൂർവം ഒരു സംഗതി വേണ്ട വിധത്തില് ഗ്രഹിക്കണം എന്ന് കരുതിക്കൊണ്ട് കാതുകൂർപ്പിച്ച് കേൾക്കുന്നതിനല്ല ആ വാക്ക് പറയുക. മറിച്ച് ഒരു സംഗതി ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങ് കേട്ടുപോകുമല്ലോ. അതും നമ്മൾ ഉദ്ദേശ്യപൂർവം സശ്രദ്ധം കേൾക്കുകയും ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഹിയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. ഈ കേട്ടുപോകുന്നതിന് ഐ ഹേർഡ് ഇറ്റ് എന്ന് നമ്മൾ പറയും. എന്നാൽ വേറെ ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ലിസൺ എന്ന് പറഞ്ഞു. അത് കാതുകൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനാണ്. അത് ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ആളുടെ കാര്യം യസ്മഉ ആയാത്തില്ലാഹി തുത്ല അലൈഹി. അള്ളാഹുവിന്റെ ആയാത്തുകൾ അയാൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോ അയാൾ അത് കേൾക്കും. എന്നിട്ടോ സുമ്മ യുസിറു, എന്നിട്ട് അവന് ശഠിച്ചു നിൽക്കും, ശഠിച്ചുറച്ചു നിൽക്കും. മുസ്തക്ബിറൻ, വലിയ അഹന്തയോടുകൂടി കിബിർ കാണിച്ചുകൊണ്ട് ശഠിച്ചുറച്ചു നിൽക്കും. കഅല്ലം യസ്മഅഹ, അവനൊന്നും കേട്ടിട്ടില്ല എന്ന നിലക്ക്. വലിയ വേർതിരിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അയാൾ കേൾക്കാനിടയായിട്ടുള്ളത്. സത്യവും അസത്യവും തമ്മില് വലിയൊരു വേർതിരിവുണ്ടാക്കി, വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിവുണ്ടാക്കി കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് അയാൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അയാൾ വെറുതെ കേട്ടിട്ടേ ഉള്ളൂ, ശ്രദ്ധാപൂർവം കേട്ടതല്ല. അപ്പോ അത് കേട്ടതിന് ശേഷം അയാൾ എടുക്കുന്ന ഒരു നിലപാട് എന്താണ്? സുമ്മ യുസിറു, അവന് എവിടെയായിരുന്നോ, ഏത് മണ്ടത്തരത്തിലാണോ ഏത് അബദ്ധത്തിലാണോ ഉണ്ടായിരുന്നത് അതിലങ്ങ് മുരടുറച്ചങ്ങ് നിന്നാളെ. എന്താണ് ആ നൃത്തത്തിന്റെ ഒരു സ്വഭാവം? അത് മുസ്തക്ബിറായിട്ടാണ്, കിബിർ കാണിക്കുന്നവനായിട്ടാണ്. അഹന്തയോടെയും അതുപോലെ ധിക്കാര മനസ്ഥിതിയോടും കൂടിയുള്ള ഒരു നൃത്തമാണ് അയാൾ നിൽക്കുന്ന ആ നിലപാട് തറയിൽ അങ്ങനെ ഉറച്ച് ഷാഢ്യത്തോടു കൂടി നിന്ന് കളയും.
ആ നൃത്തം കണ്ടാൽ തോന്നും അവനൊന്നും കേട്ടിട്ടില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. ജനതതികളെ തന്നെ മറിച്ച, അവരിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിയ, വലിയ ചിന്താ വിപ്ലവം തന്നെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് അയാളുടെ കാതുകളിൽ ചെന്ന് പതിച്ചിട്ടൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ യാതൊന്നും കേട്ടിട്ടില്ല എന്ന നിലക്കാണ്, എന്ന് പറഞ്ഞ് ഇന്നലെയും ഇന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള നിലക്കാണ് അയാളുടെ ആ നൃത്തം. ഈ പ്രവാചകൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകള് കേൾക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും കേട്ടതിന് ശേഷമുള്ള അവസ്ഥയും ഒരിക്കലും ഒരുപോലെ അല്ല. അത് കണ്ണു തുറപ്പിക്കുന്ന, ഹൃദയത്തെ വളരെ ഏറെ പാകപ്പെടുത്തുന്ന, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള സംഗതിയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗതി താൻ കേട്ടു എന്നൊരു ഭാവം പോലും അയാളിൽ ഉണ്ടാവുകയില്ല. അയാള് മുസ്തക്ബിറായിട്ട് താനൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന നിലക്കാണ് നിന്നിരുന്ന നിലപാടില് അങ്ങനെ ശാഠ്യത്തോടു കൂടി ഉറച്ചു നിൽക്കുക. സുമ്മ യുസിറു മുസ്തക്ബിറൻ, പിന്നെ കിബിറ് കാണിച്ചുകൊണ്ട് അയാള് ഉണ്ടായിരുന്ന നിലപാടിൽ അങ്ങനെ ഉറച്ച് ശാഠ്യത്തോടു കൂടി നിലക്കൊള്ളും. അല്ലം യസ്മാഅഹ, അവനൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന നിലക്ക്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അങ്ങനെ ഒന്നും കേട്ടില്ല എന്ന് കരുതി നിൽക്കുന്ന ആളുകൾക്ക് കഠിനമായ വേദനയുടെ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവോട് പറയുന്നത്. ഫബശ്ശിർഹു, അവന് ഒരു സന്തോഷ വാർത്ത പകർന്നു നൽകൂ. എന്താണ് ആ സന്തോഷ വാർത്ത? ബിഅദാബിൻ അലീം, ബിഅദാബിൻ അലീം, വേദന പകരുന്ന ശിക്ഷ, വേദനാജനകമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത അറിയിച്ചോളൂ. ഇത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സന്തോഷ വാർത്ത അല്ലല്ലോ അത്. പക്ഷെ ഖുർആനിൽ പലയിടങ്ങളിലും ഈ കഠിനമായ ശിക്ഷ, വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നിടത്ത് സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറയുന്നത്. അത് ഖുർആന്റെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. സർക്കാസം എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് നമ്മൾ. സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അവരെ അതികഠിനമായ വേദന പകരുന്ന ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഒന്നും കേട്ടില്ല എന്ന നിലക്ക് അവർക്ക് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതും അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടതിന് ശേഷം തങ്ങളൊന്നും കേട്ടില്ല എന്ന നിലക്ക് അവർക്ക് ഉണ്ടായിരുന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് ആ ഒരു നാട്യത്തിൽ കഴിയാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ സന്തോഷ വാർത്ത നൽകപ്പെടാൻ അർഹരുമാണ് എന്നാണ് ഇവിടെ ഈ ആയത്ത് നൽകുന്ന സൂചന. അപ്പോ ഈ ആളുകളുടെ നിലപാട് കൂടുതലായിട്ട് വിവരിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. വൈദാ അലിമ മിൻ ആയാത്തിന ശൈഅൻ, നമ്മുടെ ആയാത്തുകളിൽപ്പെട്ട വല്ലതും അവന് അറിയാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഈ വെളിപാടുകൾ ആയാത്തുകളിൽ വല്ല അംശവും അവർക്ക് അറിയാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടായാൽ, വളരെ ഭാഗികമായിട്ടുള്ള ഒരു അറിവായിരിക്കും, ഒരു അല്പമെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ, ഇത്തഖദഹ ഹുസുവ, ശരിക്കൊന്നും മനസ്സിലാക്കിയിട്ടോ ആ ആയത്ത് പൂർണ്ണമായി കേട്ടിട്ടോ അതിന്റെ അർത്ഥസൂചനകളെ വിലയിരുത്തിയിട്ടോ ഒന്നുമല്ല, ഒരു ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ഒരല്പം മാത്രമാണ് ദൈവിക ആയത്തുകളുടെ ഒരു ഭാഗികമായ ഒരു പോർഷൻ മാത്രമാണ് കേട്ടിട്ടുള്ളത് അയാൾ, അല്ലെങ്കിൽ അയാൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് വെക്കുക. എന്നാൽ അത് മുഴുവനും കേട്ട് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല അയാളിൽ നിന്നുണ്ടാകുന്ന, മറിച്ച് ഇത്തഖദഹ ഹുസുവ, അയാൾ അതൊരു തമാശയാക്കി അങ്ങ് എടുക്കുകയാണ്. ദൈവിക ദൃഷ്ടാന്താണ് കേൾപ്പിക്കപ്പെടുന്നത്, അതിന്റെ ഒരു അല്പം ആണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ എന്താണത് ശരിക്കും ഇതിന് നൽകുന്ന സൂചന, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നതിന് പകരം അവര് ഈ കേട്ടതിനെ അല്ലെങ്കിൽ പഠിച്ചതിനെ, അറിഞ്ഞതിനെ വെച്ചുകൊണ്ട് തമാശയാക്കുക. ഇത്തഖദഹ ഹുസുവ, അയാൾ അതിനെ തമാശ, പരിഹാസമാക്കി എടുക്കുകയാണ്. ഗൗരവമുള്ള ഒരു സംഗതിയാണെന്നുള്ള നിലക്ക് കാണല്ല.
പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഇത് തീർച്ചയായിട്ടും ചില അനന്തരഫലങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധാപൂർവം അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയല്ല, മറിച്ച് പാതി കേട്ട അവസ്ഥയിൽ തന്നെ അവരതിനെ തമാശയാക്കി കണക്കാക്കുകയാണ്. ഉലായിക ലഹും അദാബും മുഹീൻ. അത്തരം ആളുകൾക്ക് വളരെ ഹീനമായ ശിക്ഷയാണുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. അവരെ അപഹാസ്യരാക്കുന്ന, നിന്ദ്യരാക്കുന്ന, അവരിൽ മാനഹാനി ഉണർത്തുന്ന ശിക്ഷയാണ് അതിന്റെ ഫലമായിട്ട് അവരിൽ വന്നു ചേരാൻ പോകുന്നത്. അപ്പോ ഉലായിക ലഹും അദാബും മുഹീൻ, ഹീനമായ ശിക്ഷ. ഈ മുഹീൻ എന്ന വാക്കിൽ തന്നെ ഹീനം എന്ന വാക്കിന്റെ ഒരു റൂട്ട് വേർഡ് അടങ്ങിയിട്ടുണ്ട്. അത് ഹൗനാണ് അതിന്റെ ഒരു റൂട്ട് എന്ന് കാണാം. ഹാന എന്നൊക്കെയുള്ള പദങ്ങളാണ്. അതിന്നായിരിക്കണം ഒരു പക്ഷെ മലയാളത്തിലെ ഹീനം എന്ന പദം വന്നിട്ടുണ്ടാവുക, അല്ലാഹു അഅലം. എന്തായാലും മുഹീനായ ഒരു ശിക്ഷയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അതിന്റെ ഒരല്പം മാത്രം കേട്ട് മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ടിട്ട് അതിനെ വളരെ നിസ്സാരമായി കണ്ട് പരിഹാസത്തോടു കൂടി അതിനെ സമീപിക്കുന്ന ആളുകൾ, അവർക്ക് വളരെ ഹീനമായ ശിക്ഷയാണുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാനുള്ളതേ അല്ല. വളരെ ഗൗരവത്തില്, വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിപരമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതായ കാര്യങ്ങളാണ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ. അതിനെ തമാശക്കളിയായി കാണുന്ന ആളുകൾ ഒരിക്കലും തന്നെ അള്ളാഹു അവരുടെ ആ നിലപാടിനെ അംഗീകരിക്കുകയില്ല. അവർക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കടുത്ത അപരാധമാണ്, ദൈവനിന്ദയാണ്, ബ്ലാസ്ഫമിയാണ് എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. വമിൻ വറാഇഹിം ജഹന്നം. അപ്പോ ഭൗതിക ലോകത്ത് തന്നെ അവർക്ക് മുഹീനായ ശിക്ഷയുണ്ട്. ഹീനമാക്കുന്ന, അവരെ നിന്ദ്യത അനുഭവിപ്പിക്കുന്ന തരം ശിക്ഷ ഭൗതിക ലോകത്ത് തന്നെ അവർക്കായിട്ടുണ്ട്. അതിനു പുറമെ വമിൻ വറാഇഹിം ജഹന്നം, അവരെ പുറകിൽ നരകമാണുള്ളത്. അവരെ പിടികൂടാനായിട്ട് നരകമാണ് ഉള്ളത്. അവരുടെ ഈ അനുഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ തികവാർന്ന അനുഭവങ്ങളല്ല. ദുനിയാവിൽ അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മാനഹാനിയും നിന്ദ്യതയും ഒന്നുമല്ല. അതിനെയൊക്കെ കവച്ചു വെക്കുന്ന നരകശിക്ഷ അവരെ കാത്തിരിക്കുന്നുമുണ്ട്. വമിൻ വറാഇഹിം ജഹന്നം, അവരുടെ പുറകിലായി വന്നു ചേരാൻ, അവരുടേതായി മാറാൻ ജഹന്നമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവരുടെ പ്രയാണത്തിന്റെ മുന്നിലുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇവിടെ പുറകിലുണ്ട് എന്നാണ് പറയുന്നത്. അത് ആ ക്രമം സൂചിപ്പിക്കുന്നതായിരിക്കണം. ഭൗതിക ലോകത്ത് അവര് ദൈവിക ശിക്ഷയുടെ പ്രകടമായ പല ഹീനമായ അവസ്ഥകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനെ തുടർന്ന് അതിന് പുറകിലായി അവരനുഭവിക്കാനിരിക്കുന്നത് ഈ നരകശിക്ഷയാണ്, ജഹന്നമാണ്. വലാ യുഗ്നി അൻഹും മാ കസബു ശൈഅ, അവരുടെ കർമ്മങ്ങളൊന്നും തന്നെ അവർക്ക് ഒരു നിലക്കും പ്രയോജനപ്പെടാനും പോകുന്നില്ല. ജീവിതകാലം മുഴുവനും അഹോരാത്രം പണിയെടുത്ത് പലതും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ആളുകൾ. അതിന്റെയൊക്കെ എന്തെങ്കിലും ഫലം അവർക്ക് ലഭിക്കുമോ? യാതൊരു പ്രയോജനവും അവർക്ക് ആ ഘട്ടത്തില് അവരുടെ ജീവിതകാല സമ്പാദ്യത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല. വലാമത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ, അള്ളാഹുവിന് പുറമെ അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആത്മരക്ഷകള്, രക്ഷാകർത്താക്കളും മിത്രങ്ങളുമായവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന് പകരമായിട്ടൊക്കെ അവര് സ്വീകരിച്ചിരുന്ന ഔലിയ, അവരും അവർക്ക് യാതൊരു നിലക്കും പ്രയോജനം നൽകുന്നവരല്ല. അപ്പൊ ഒന്നാമത് അവർക്ക് ഈ അള്ളാഹുവിന്റെ ആയാത്തുകളെ അവഗണിച്ച് അതിനെ പരിഹസിച്ച് അതിനെ നിസ്സാരമാക്കി കണ്ട ആളുകൾ, അവരെ നരകമാണ് കാത്തിരിക്കുന്നത്. അവരുടെ സ്വന്തം കർമ്മങ്ങൾ പോലും അവർക്ക് ആ നരകത്തെ നേരിടേണ്ടി വരുമ്പോ പ്രയോജനപ്പെടുകയില്ല. മാത്രവുമല്ല, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായി അവർ സ്വീകരിച്ചിരുന്ന ഔലിയാകളും അവരുടെ ആത്മമിത്രങ്ങളും രക്ഷകരും ഒക്കെ ആയിട്ട് അവർ കണ്ടിരുന്ന, അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് തങ്ങളെ കാത്തുകൊള്ളും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന
അവരുടെ ഔലിയ പോലും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. വലഹും അദാബുൻ അളീം, അവർക്ക് അതിഭീകരമായ ശിക്ഷയാണുള്ളത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വലഹും അദാബുൻ അളീം, അതിഭയങ്കരമായ ശിക്ഷയാണ് തുടർന്ന് അവരെ ഏറ്റുവാങ്ങാനിരിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച സൂറത്തുൽ ജാസിയയിലെ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങള് മനുഷ്യന് അവന്റെ ചിന്ത ഉണർത്താനും ബുദ്ധിപരമായി അതുപോലെ ദൈക്ഷണികമായി ഒക്കെ അവന് കാര്യങ്ങൾ ബോധ്യപ്പെടാനും ഉപകരിക്കുന്ന വിധത്തിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടാൻ അത് ധാരാളം മതി. ഇനി അള്ളാഹു എന്ന ആശയവും അതിനെ ബോധ്യപ്പെടുത്തുന്ന ഈ ദൃഷ്ടാന്തങ്ങളും അവർക്ക് പോരാ എന്നാണ് അവർ കരുതുന്നതെങ്കിൽ പിന്നെ എന്ത് ഭാഷണമാണ് അവർക്ക് ഇതിനേക്കാൾ വലിയ ഉണ്മ പകർന്നു നൽകുന്നതായിട്ട് ഉണ്ടാവുക എന്നാണ് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായത്. അവരുടെ ബുദ്ധിപരമായ തേട്ടങ്ങൾക്ക് ഇതിനേക്കാൾ ഏറെ സംതൃപ്തി നൽകുന്ന മറ്റെന്ത് ഭാഷണമാണ് അവർക്ക് കണ്ടെത്താനാവുക എന്നാണല്ലോ ചോദിച്ചത്. അപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും ദൈക്ഷണികമായി തൃപ്തി നൽകുന്ന ഒരു ദർശനമാണ് ഇവിടെ പകർന്നു നൽകപ്പെട്ടിരിക്കുന്നത്. ആ ദർശനം ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ആശയവും അതിന് പിൻബലമായിക്കൊണ്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളും അതിനെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സന്നദ്ധതയില്ലെങ്കിൽ പിന്നെ എന്ത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഭാഷണമാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ലഭിക്കാനുള്ളത് എന്നതാണ് ചോദ്യം. യാതൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനെ തുടർന്നാണ് അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലാത്ത, വ്യാജം ചമച്ച് കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് കടുത്ത നാശമാണ് വരാനിരിക്കുന്നത് എന്നാണ് തുടർന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർ കേൾക്കും, പക്ഷേ അവര് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നത് കേൾക്കുമെങ്കിലും അതിനെ തുടർന്ന് അവര് കിബ്ർ കാണിച്ചുകൊണ്ട് അവര് നിലക്കൊണ്ടിരുന്ന ആ അടിസ്ഥാനരഹിതമായ സംഗതികളിൽ തന്നെ ശടിച്ചു നിൽക്കും. ഒന്നും കേട്ടിട്ടില്ല എന്ന നിലക്കാണ് അവരുടെ ആ നൃത്തം. അതുകൊണ്ട് അവരെ അതികഠിനമായ വേദനയുടെ ശിക്ഷ വരുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചോളാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വല്ലതും അവർക്ക് അറിയാൻ കഴിഞ്ഞാൽ അവരതിനെ പരിഹാസമായിട്ടാണ് കാണുക, അതിനെ തമാശയായിട്ടാണ് അവർ സ്വീകരിക്കുക. അങ്ങനെയുള്ളവർ മാനഹാനി അനുഭവിപ്പിക്കുന്ന ശിക്ഷയാണ് ഏറ്റുവാങ്ങാനിരിക്കുന്നത്. അത് ദുനിയാവിലെ കാര്യം. അതിനുശേഷം വമിൻ വറാഇഹിം ജഹന്നം, അവരുടെ പുറകിലായി അവർക്കായി വന്നു ചേരാനുള്ളത് ജഹന്നമാണ്, നരകമാണ്. വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅ, അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ അവർക്ക് അന്ന് പ്രയോജനപ്പെടുകയില്ല. അതുപോലെ വലാ മത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആത്മമിത്രങ്ങളും രക്ഷാധികാരികളും ഒക്കെ ഉണ്ടല്ലോ, അവരും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. അതിഭീകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. എന്നാൽ ഹാദാ ഹുദ, ഈ കേൾപ്പിക്കപ്പെട്ട സംഗതി ഉണ്ടല്ലോ, ഈ വിശുദ്ധ ഖുർആൻ, അതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള മാർഗദർശനം, തികവാർന്ന മാർഗദർശനമാണത്. എന്നാൽ വല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകൾ, ലഹും അദാബും മിൻ റിജ്സിൻ അലീം, അവർക്ക് വളരെ അപമാനകരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അവര് അനുഭവിക്കാൻ പോകുന്നത് വളരെ വേദനയേറിയ വിപത്തിനാലുള്ള, റിജിസ് എന്ന് പറഞ്ഞാൽ വിപത്താണ്, വിപത്തിന്റെ വലിയ വിപത്ത് കാരണമായുള്ള വേദന അനുഭവപ്പെടുന്ന ശിക്ഷയാണ് അവർക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ലഹും അദാബും മിൻ റിജിസിൻ അലീം, അലീം എന്ന് പറഞ്ഞാൽ വേദന ഉളവാക്കുന്ന എന്നാണ് അർത്ഥം. റിജിസ് എന്ന് പറഞ്ഞാൽ ഈ വിപത്ത്, വലിയൊരു ദുരന്തം പോലെയുള്ള ഒരു സംഗതി. അങ്ങനെയുള്ള ഒരു സംഗതിയുടെ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അതിൽ ഈ 11ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഹാദാ ഹുദ,
എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അതാ ഹുദ ഖുർആനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. ഇതാണ് മാർഗദർശനം, ഇതാണ് ഈ ഖുർആനാണ് അത്യന്തം അതിന്റെ സമ്പൂർണതയോടുകൂടി തുടക്കം മുതൽ അവസാനം വരെ ഉള്ള മാർഗദർശനമായിട്ടുള്ളത് ഈ ഖുർആനാണ്. ഹാദാ ഇതാണ് എന്നാണ് പറയുന്നത്. ഹാദാ ഹുദ. എന്നിട്ട് ഈ ഹുദയെ തള്ളിക്കളയുന്ന ആളുകളുടെ കാര്യമാണ് തുറന്നു പറയുന്നത്. അവര് വല്ലദീന കഫറു, ഈ ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ, ബി ആയാത്തി റബ്ബി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണല്ലോ ഈ ഖുർആൻ. ആ ദൃഷ്ടാന്തങ്ങളുടെ കൃത്യമായ സൂചനകളെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്തവർ, ലഹും അദാബുൻ മിൻ റിജ്സിൻ അലീം, അവർക്ക് ഈ വിപത്തിന്റെ, അടുത്ത വിപത്തിന്റെ വേദനയുടെ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുകൂടിയാണ് അല്ലാഹുവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.